കരുനീക്കങ്ങളുടെ കളത്തിൽ പണ്ടുണ്ടായിരുന്നു മൈക്കൽ ബോട്ട്വിക്. പിന്നെ അത് കാർപോവിൻ്റെയും കാസ്പറോവിൻ്റെയും ബോറിസ് സ്പാസ്കിയുടെയും ബോബി ഫിഷറിൻ്റെയും വാസിലി ഇവാൻഷിക്കിൻ്റെയും ജൂഡിത്ത് പോൾഗറിൻ്റെയും നമ്മുടെ ആനന്ദിൻ്റെയും ദിബ്യേന്ദു ബറുവയുടെയും പ്രവീൺ തിപ്സയുടെയും ഒക്കെ സ്വന്തമായി. ചതുരംഗവും ജീവിതവും തമ്മിൽ അസാമാന്യമായ ഒരു ബന്ധമുണ്ട്. ഇത് രണ്ടിലും മുന്നോക്കി ഈ പ്രപഞ്ചത്തിൽ ആർക്കും ജയിക്കാൻ കഴിയില്ല. നോ മാച്ച് ഓഫ് ചെസ് വാസ് വൺ ബൈ മൂവിങ് ഫോർവേഡ് ഓൺലി. സ്വാഗതം. ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി കൂടി വരുന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ഈ രാജരഥിയിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ ആതിഥേയരായ അമ്പയർമാർ ശ്രീ വി കെ ശ്രീരാമൻ, നിമ്മി അരുൺഗോൾ. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് തലപ്പൊക്കത്തിലുള്ള ഒട്ടനവധി ചെസ് പ്രതിഭകളെ മുഴുവൻ തൻ്റെ പ്രതിഭ കൊണ്ട് മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞ ഭാരതത്തിൻ്റെ അഭിമാനമായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർന്നു വന്ന ഒരു കായിക താരമാണ്. ആരെന്നറിയണ്ടേ? ഈ പ്രൊഫൈൽ കാണാം. ഹായ്, ഞാൻ നിഹാൽ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൃശ്ശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അനിയത്തിയും വലിയച്ഛനും വലിയമ്മയുമാണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് സെലിൻ, അമ്മയുടെ പേര് ഷിജിൻ. അച്ഛൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്, അമ്മയും അതേ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ തന്നെയാണ്. എൻ്റെ കുഞ്ഞനിയത്തി UKGയിൽ പഠിക്കുന്നു, ദേവമാതാ സ്കൂളിൽ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെസ്സാണ്. ഞാൻ വിദേശത്ത് മത്സരിക്കാൻ പോയിരിക്കുന്നത് UAE, ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ്. UAEയിൽ വേൾഡ് അണ്ടർ-10 ചാമ്പ്യൻഷിപ്പായിരുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ ഏഷ്യൻ അണ്ടർ-10 ചാമ്പ്യൻഷിപ്പായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലും വേൾഡ് അണ്ടർ-10 ചാമ്പ്യൻഷിപ്പായിരുന്നു. UAEയിൽ വേൾഡ് ബ്ലിറ്റ്സ് അണ്ടർ-10 ചാമ്പ്യൻഷിപ്പ് കിട്ടി. ഉസ്ബെക്കിസ്ഥാനിൽ ഏഷ്യൻ അണ്ടർ-10 റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഗോൾഡ് മെഡൽ. സൗത്ത് ആഫ്രിക്കയിൽ അണ്ടർ-10 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടി. ചെസ്സ് കൂടാതെ എനിക്കിഷ്ടം ഷട്ടിലാണ്. ഞാൻ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ കളിക്കാറുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച കുറേ ആൾക്കാരുണ്ട്. പ്രദീപങ്ങളിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. So that was the profile of Nihal Sarith. Nihal, please walk in. ആദ്യമായി അശ്വമേധത്തിൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഈ കൊച്ചുമിടുക്കന് സമ്മാനം. എന്താണ് ഫേവറേറ്റ് ഓപ്പണിംഗ്? D4 ആണ്. ക്യൂൻസ് പോൺ. റൂയി ലോപ്പസ് അങ്ങനെ കളിക്കാറില്ല. പണ്ടൊക്കെ കളിച്ചു. പിന്നെ അശ്വമേധം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ ധാരാളം കേട്ടിട്ടുണ്ട്. കേട്ടവരുണ്ട്. ഇതൊരു കളിയാണ്, ഇതൊരു ബുദ്ധിയുടെ ചതുരംഗ കളി. നമുക്ക് ആ കളി കളിക്കണ്ടേ? അതിനു മുൻപ് അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമുണ്ട്, യാഗം. അതൊന്ന് പൂർത്തിയാക്കണം. യെസ്, വായിക്കൂ. എൻവയോൺമെന്റ്, പരിസ്ഥിതി പ്രശ്നം ഒഴിവാക്കുവാൻ വേണ്ടി ചെസ്സല്ല, കാരം ബോർഡിൻ്റെ സ്ട്രൈക്കേഴ്സ് എല്ലാം അന്തർദേശീയ നിലവാരത്തിൽ ഐവറി കൊണ്ടുള്ളവ നിരോധിച്ചു. ശരിയോ തെറ്റോ? ശരി. ശരിയായ ഉത്തരം മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ ക്യാഷ്. ഇനി സെക്കൻഡ് ബോൾ. സൗരയൂഥം, സോളാർ സിസ്റ്റം. ബഹിരാകാശത്തിൽ ആദ്യമായി പോയത് ഒരു നായയാണ്. അത് റഷ്യനാണോ അമേരിക്കനാണോ? റഷ്യൻ. ശരിയായ ഉത്തരം ലൈക്ക. 2500 rupees ഫ്രം റിയൽറ്റേഴ്സ്. ഇനി മൂന്നാം. കൊലപാതകങ്ങൾ, അസാസിനേഷൻസ്.
കൊല ചെയ്യപ്പെട്ട ഫുട്ബോളർ ആരാണ്? കൊല ചെയ്യപ്പെട്ട ഫുട്ബോളർ ആരാണ്? പ്ലാറ്റിനി, ഡൊണാവോണി, എസ്കോബാർ. കൊല ചെയ്യപ്പെട്ട ഫുട്ബോളർ എസ്കോബാർ ആണോ, പ്ലാറ്റിനി ആണോ, ഡൊണാഡോണി ആണോ എന്നാണ് ചോദ്യം. എസ്കോബാർ. എസ്കോബാർ. ശരിയായ ഉത്തരം. 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം. 5000 rupees ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഇനി ഒരു വിഷ്വൽ കാണാം. എന്താണെന്നറിയോ? ശൂർപ്പണഖയുടെ നാസിക ലക്ഷ്മണൻ മുറിച്ചിട്ടതുകൊണ്ട് അങ്ങനെ ഒരു പേര് കിട്ടി ഈ നഗരത്തിന്. എന്തായിരിക്കും ഈ നഗരത്തിന്റെ പേര്? നാസിക്. നാസിക്. ശരിയായ ഉത്തരം. You have won rupees 10,000 from Mir Realtors. നിഹാൽ സരിൻ എന്ന ഈ കൊച്ചു ലോകമിടുക്കൻ ആദ്യ റൗണ്ടിലെ യാഗം അനായാസേന താണ്ടിക്കഴിഞ്ഞു. നിഹാൽ ഇനി യജ്ഞത്തിൻ്റെ ബൗദ്ധിക ഭൂമിയിലേക്ക് കടക്കും. അറിവിൻ്റെ ഈ പുതിയ ചതുരംഗക്കളത്തിൽ അറിയില്ല, കാത്തിരുന്ന് കാണാം. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ സൂചന, അയൺ കർട്ടൻ. വിശ്വത്തിലെ പല രാജ്യങ്ങളെയും പ്രമുഖന്മാരെ കൊമ്പുകുത്തിച്ച് നിഹാൽ സരിൻ എന്ന മാസ്റ്റർ ബ്രെയിൻ ഇന്നീ വേദിയിലുണ്ട്. നിഹാൽ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലെറ്റ്സ് സീ. Yes is the sign and Nihal, walk in please. Yes. ആ ബോളിൽ നിന്നൊരു വിഷയമുണ്ട്. എടുത്തോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് വേണം വിചാരിക്കാൻ. ആ പേര് വിചാരിച്ച് ജൂറിയുടെ അരികിൽ കൊണ്ടുവന്നെത്തിക്കണം. ഓക്കെ. വിചാരിക്കുന്ന പേര് ജൂറി അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും യജ്ഞം. നിഹാൽ, എനിക്ക് ഈ കളി വശമില്ല. അശ്വമേധം കളിയേ വശമുള്ളൂ. അശ്വമേധം കളിക്കായി നിഹാൽ വിചാരിച്ച വ്യക്തി ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? ഓഫ് കോഴ്സ്. തുടങ്ങാം. അതുണ്ട്. ജീവിച്ചിരിപ്പില്ലല്ലേ? ചെക്ക്. സാധാരണഗതിയിലാണോ മരിച്ചത്? നോർമൽ ഡെത്ത് ആണോ? അല്ല. ഇന്ത്യൻ? നോർമൽ ഡെത്ത് ആണോ സർ? നോർമൽ ഡെത്ത് ആണ്. ഇന്ത്യൻ? അല്ല. സ്പോർട്സ് ആണോ? ചെസ് അടക്കമുള്ള സ്പോർട്സ് ആണോ? സ്പോർട്സ് ആണോ? സ്പോർട്സ്മാൻ ആണോ? ആണ്. അതുപോലെ കൂട്ടും. അതാണ് ഞാൻ ഇവരോടും പറയുന്നത്. സ്പോർട്സ്മാൻ ആണ്. റഷ്യൻ? കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളാ. അദ്ദേഹം ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടോ? ഒരിക്കലും. ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിച്ചിട്ടുമില്ല. ലോക
ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ സെലക്ഷൻ. ഫൈനൽസിൽ. ലോക ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ ഫൈനൽ കളിച്ചിട്ടുണ്ട്. റെയ്ക്ക് ജാവിക്കിൽ വെച്ച് അദ്ദേഹം കളിച്ച ഒരു ഫൈനൽ ലോക ചെസ് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി അറിയപ്പെടുന്നുണ്ടോ? റെയ്ക്ക് ജാവിക്കിൽ വെച്ച് ബോബി ഫിഷറിനോട് അദ്ദേഹം കളിച്ച കളി വളരെ പ്രധാനപ്പെട്ട ഒന്നായി അറിയപ്പെടുന്നുണ്ടോ? അത് ബോറിസ് പാസ്കിയാണ്. ഇല്ലല്ലോ. ഏത്? ഞാൻ പറഞ്ഞത് ബോറിസ് പാസ്കിയെ അല്ല 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 അല്ല. എന്നാ പിന്നെ അല്ല. അങ്ങനെ വരുന്നില്ലോ. അല്ല. റെയ്ക്ക് ജാവിക്കില്ല. ചാമ്പ്യൻ ആയിട്ടുമില്ല. വേൾഡ് ചാമ്പ്യൻ ആയിട്ടുമില്ല. വേൾഡ് ചാമ്പ്യൻ ആയിട്ടില്ല. ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടേ ഇല്ല. നോ. അദ്ദേഹം ഒരു കോൺട്രാവേഴ്സി ചെസ്സിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺട്രാവേഴ്സി. കോൺട്രാവേഴ്സി എന്ന് വെച്ചാൽ വിവാദം. മൂപ്പരെ അല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്നാ ചോദിക്കുന്നു. ചെക്ക് വെച്ചാ ഇടയ്ക്ക് അത് നോ കോൺട്രാവേഴ്സി. ആരാണ് ജയിക്കാനുള്ള സാധ്യത? ഹ്യൂൽ. രാജാവിൻ്റെ നേർക്ക് പാഞ്ഞു വരികയാണെന്ന് തോറ്റാ. ഈ 6 നീക്കം കൂടി മതി. ഹി വിൽ വിൻ. സോ ഹീസ് ആൻ അസറ്റ് ഫോർ ദ വേൾഡ്. നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന, സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച കളിക്കാരനാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. ഗുഡ്. ബട്ട് യു എൻജോയ് ദ മാച്ച്, റൈറ്റ്? ഇഷ്ടപ്പെട്ടോ കളിച്ചത്? നന്നായിട്ടുണ്ട്. നന്നായി കളിക്കുന്നുണ്ട്. നന്നായി കളിക്കുന്ന ആളാണ്. ആ ഒരു ചതുരംഗ കളിക്കാരനും കൂടിയാണ് അല്ലേ? അതാണ് ഈ കുതിരയുടെ ചിഹ്നം മൂപ്പർ സ്വീകരിച്ചത്. അദ്ദേഹം സ്വന്തം രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിന് പ്രതിനിധീകരിച്ച് പിന്നീട് കളിക്കാൻ പോയോ? വേറെ രാജ്യത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ടോ എന്നോ? ഉണ്ട്. അല്ല, വേറെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട്. രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് കളിക്കാൻ പോയോന്ന്. പഴയ തൃശ്ശൂർക്കാരനാണെങ്കിൽ എറണാകുളത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കളിക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലേ? വേറെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വേറെ അതൊക്കെ ചെസ് അയാളുടെ ജീവിതമായിരുന്നു. ചെസ് മാത്രമേ ഉള്ളൂ എന്ന് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ ലൈഫ് തന്നെ ആയിരുന്നു ചെസ്. ഓഫ് കോഴ്സ് ആണ്. അയാളുടെ വിരലടയാളവും അയാളുടെ ഫിംഗർ പ്രിന്റും വിക്ടർ കോർച്ചിനോയുടെ ഫിംഗർ പ്രിന്റും ഒന്ന് തന്നെയായിരുന്നു. അല്ല. അല്ല. അപ്പൊ ചെസ് ഈസ് മൈ ലൈഫ് എഴുതിയ വിക്ടർ കോർച്ചിനോ ഒന്നും അല്ല. അല്ല. ആദ്യത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ അയാൾ കളിച്ചിരുന്നു. ആദ്യത്തെ ലോക ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടില്ല. പറയൂ മോനെ. ആളോ? പോൾ ടെറസ്. എന്തുകൊണ്ടാ പോൾ ടെറസിനെ വിചാരിച്ചത്? വിചാരിച്ചത് അയാളാണെങ്കിൽ ഫേമസ് ആവാൻ കാരണം അയാൾ 10 വേൾഡ് ചാമ്പ്യന്മാരായിട്ട് കളിച്ചിട്ടുണ്ട്. അതിൽ 9 പേരെ തോപ്പിച്ചു, പിന്നെ ഒരാളായിട്ട് ഡ്രോ. 10 ചാമ്പ്യന്മാരുമായി കളിച്ചു. ലോക ചാമ്പ്യന്മാരുമായി. അങ്ങനെയാണെങ്കിൽ അവിടെ ലോക ചാമ്പ്യന്മാരുടെ പേരൊക്കെ പറയുന്ന കേട്ടപ്പോൾ എന്തായാലും ഏത് വർഷമാ? ഏത് വർഷമാണ് ഈ ജീവിതം? 16 തൊട്ട് 75 വരെ 59 വയസ്സ്. Now we have won ₹25,000 from realtors. പോൾ കെറസ് സോവിയറ്റ് അധീന എസ്റ്റോണിയയിൽ ജനിച്ച ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് പോൾ കെറസ്. 1930 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിലെ ശക്തരായ കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ പോലും ലോക ചാമ്പ്യൻ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും 9 ലോക ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ ഖ്യാതി കെറസിനു മാത്രം അവകാശപ്പെട്ടതാണ്. ചെസ്സിലെ രാജകുമാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇനി നമുക്കൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കളിക്കാം. സെക്കൻഡ് റൗണ്ട്.
ചതുരംഗക്കളിയിൽ മാത്രമല്ല വൈജ്ഞാനിക ചതുരംഗക്കളിയുടെ ആദ്യ റൗണ്ടിലും എന്നെ പരാജയപ്പെടുത്തി യജ്ഞം. നൗഫ്, പറയൂ, എന്തായിരുന്നു ക്യൂൻ പോണിനെതിരെ ആരംഭിച്ച ഡിഫൻസ്? എന്തായാലും ക്യൂൻപോണിനെതിരെ ആരംഭിച്ച ഡിഫൻസ്, എതിരുള്ള ഡിഫൻസ് കിങ്സിന്റെ ഡിഫൻസ് ഉണ്ട് മാത്രമേ ഉള്ളൂ. അല്ല, സ്ലാവ് ഡിഫൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ലാവ് ഡിഫൻസിലോട്ട് പോയി. സെമി സ്ലാവ് ഡിഫൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴാ വന്നതെന്ന് ഓർഡർ ഒന്നും അറിയില്ല. Then you played Catalan sometimes. Wait. Yes. No. I never play Catalan. Just after the castle. But I never play Catalan. I play against Kings Indian Bionath Attack. Against Semislav. Semislav കളിച്ചു. Semislav is played by black, not by me. That is when I was trying to attack through the right call. Right. What we played was Tromposki attack. Tromposki attack. Good. Now, let's go for the game. Ready. Is it a good incident? Incident. Yes. Yes. In India? No. No. Happened in Asia? ഏഷ്യയിൽ നടന്നതാണോ? Asia. No. No. യൂറോപ്പിൽ? Europe. സംശയമുണ്ട്, ലൈഫ് ലൈൻ ചോദിച്ചോളൂ. Life line. ലൈഫ് ലൈൻ Yes. യൂറോപ്പിലാണ്. യൂറോപ്പിലാണ്. Okay. Yes. വീണ്ടും സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത സംഭവമാണോ? No. 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 After 1900? After and before. Before. അല്ലേ? അതൊരു ഇൻവെൻഷൻ ആണോ? Yes. ആണ്. After 1900? After 1900. No. No. അല്ല. Sure. Sure. ആ ഇൻവെൻഷൻ നടത്തിയത് ഒരാൾ ഒറ്റയ്ക്കാണോ? Life line. Yes. ആണ്. നല്ല ഇൻസിഡൻ്റ് ആണ്. ഡിസ്കവറി അല്ല ചോദിച്ചത്, ഇൻവെൻഷൻ ആണ് ചോദിച്ചത്. ശരിയാണ്. ശരിയാണ് സർ. Invention. കമ്മ്യൂണിക്കേഷനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധമുള്ള ഒന്നാണോ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടത്? No. No. അല്ല. നമ്മുടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഒന്നാണോ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടത്? No. 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 നോ. എഡിബിൾസ് കഴിക്കാനോ കുടിക്കാനോ പറ്റുന്ന ഒന്നാണോ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടത്? No. No. കോസ്റ്റ്യൂംസ്, FMCG പ്രോഡക്ട്സ്, അതിലൊന്ന്. FMCG എന്ന് പറഞ്ഞാൽ? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ? No. അല്ല. ശരിയാണ് ഈ പറഞ്ഞതല്ല സർ? ശരിയാണ്. 13 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഗുഡ്. നമ്മുടെ കയ്യിലെടുക്കാൻ കഴിയുന്ന വലിപ്പമേ ഉള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. Yes. നശീകരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. No. ഇല്ല. കറക്റ്റാ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അയണോ സ്റ്റീലോ കൊണ്ടാണോ നോർമലി ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്? Not only iron or steel. അതെ. ഫോർ എക്സാമ്പിൾ സേഫ്റ്റി പിൻ വാൾട്ടർ ഹണ്ട് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് അയണോ സ്റ്റെയിൻലെസ് സ്റ്റീൽ? അതുപോലെയല്ല. ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ എന്ന് പറഞ്ഞത് ശരിയാണ്. കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് ബന്ധമില്ല. ബന്ധമില്ല. മെഡിക്കൽ സയൻസുമായി റിലേറ്റഡ് ആയ ഒന്നാണ്. അതെ. അതെ. 18 അത് കണ്ടുപിടിച്ചത് ഫ്രാൻസിലാണോ? No. Yes. അതെ, ഫ്രാൻസിലാണ്. ഹൈഡ്രോഫോബിയ എന്ന രോഗത്തിനെതിരെയുള്ള
പ്രയോജനം? ലൈഫ് ലൈൻ വേണ്ടി വരും. എനിക്ക് രോഗത്തിനെ പറ്റി വലിയ അറിവില്ല. ശരി, ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ മരിച്ചു പോകുമായിരുന്നോ? ലൈഫ് ലൈൻ കുഞ്ചൻ നമ്പ്യാരുടെ മരണം രക്ഷപ്പെടാനൊന്നും പറ്റില്ല, ഇത് കണ്ടുപിടിച്ചാലും പറ്റില്ല. ആന്റി റാബീസ് വാക്സിനുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഫ്രാൻസിലാണ് കണ്ടുപിടിച്ചത്. അതെ അതെ, ഫ്രാൻസിലാണ്. കമോൺ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗത്തിന് എതിരെയുള്ള വാക്സിൻ ആണോ ഇത്? വാക്സിൻ അല്ല. നോ, അല്ല. My problem is it's an invention, it is not a discovery. മനുഷ്യ ശരീരത്തിനകത്തുള്ള എന്തും ഡിസ്കവറിയാണ്. ഇതൊരു ഇൻവെൻഷൻ തന്നെയാണ്. ഒരു ഒരു ഉപകരണമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻവെൻഷനാണ്. ഇൻവെൻഷനാണ്. പ്രോഡക്റ്റ്. Is it the invention of Fahrenheit thermometer? നോ. നിഹാൽ എന്താണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചത് സ്റ്റെതസ്കോപ്പിന്റെ ഇൻവെൻഷനാണ്. Congratulations, you have won ₹50,000 from Mir Realtors. Well done, keep it up. റെനെ ലിനക്സ്. റെനെ ഒരു ഫ്രഞ്ച് ഭിഷുകരനായിരുന്നു. 1816 അദ്ദേഹം സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചു. ഹൃദയസ്പന്ദനത്തിന്റെ ലക്ഷണങ്ങൾ നോക്കി രോഗനിർണയം നടത്തുവാനായാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. 1822 അദ്ദേഹം കോളേജ് ഡി ഫ്രാൻസിൽ അധ്യാപകനായി. പിന്നീട് അവിടെ തന്നെ പ്രൊഫസറുമായി. 1826 തന്റെ 45-ാമത്തെ വയസ്സിൽ ട്യൂബർകുലോസിസ് ബാധിച്ച് അദ്ദേഹം നിര്യാതനായി. 3-ാം റൗണ്ടിൽ നിഹാൽ മത്സരിക്കുകയാണ്. അതിനു മുമ്പ് മിർ റിയൽറ്റേഴ്സിന്റെ 50,000 രൂപയോടൊപ്പം മിർ റിയൽറ്റേഴ്സിന്റെ കായലൂരം റിസോർട്ടിൽ 2 പേർക്കുള്ള താമസ സൗകര്യവും ഉറപ്പുവരുത്തി കഴിഞ്ഞു. 3-ാം റൗണ്ടിലേക്ക് നമ്മൾ പോകും. ഈ ഇടവേള കഴിയുമ്പോൾ മനസ്സിലെവിടെയോ ഉള്ള ഒരു സ്ഥലം ഒളിപ്പിച്ചു വെച്ചു. റെഡി? പ്രേക്ഷകരോടുള്ള സൂചന: ഐസ്ലൻഡിലെ അമേരിക്കൻ പോരാളി. ത്തിന്റെ 2 റൗണ്ടുകളും വിജയിച്ച് ലോക ചെസ് ചാമ്പ്യനായ നിഹാൽ സരിൻ തന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നിഹാൽ, ഇപ്പോൾ മനസ്സിൽ ഒരു സ്ഥലമാണുള്ളതല്ലേ? നിഹാൽ വിചാരിച്ച ആ ഇടം ജൂറി അംഗീകരിക്കുന്നു സർ? അംഗീകരിക്കുന്നു. ഏഷ്യയിലാണോ ആ ഇടം? അല്ല. ഏതെങ്കിലും രാജ്യത്തിന്റെയോ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെയോ പേരാണോ അത്? ആണ്. ഒരു രാജ്യത്തിന്റെ പേരാണോ? അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, യൂറോപ്പിലാണോ ആ രാജ്യം? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി, സ്വീഡൻ, സ്പെയിൻ, പോർച്ചുഗൽ, ഇതിലൊന്നിലാണോ ആ രാജ്യം? അല്ല. ബ്രിട്ടീഷ് അല്ല, ഫ്രഞ്ച് അല്ല, ഗ്രീക്ക് അല്ല, ജർമ്മൻ അല്ല, ഇറ്റാലിയൻ അല്ല, സ്വീഡൻ അല്ല. അല്ല. ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ? ഓ, കിഴക്കൻ യൂറോപ്യൻ ഏതാണെന്നോ? ജൂറി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണോ? ഹംഗറി, പോളണ്ട്, റൊമേനിയ, ലാറ്റ്വിയ, ലിത്വാനിയ, ജോർജിയ, ക്രൊയേഷ്യ. ഈസ്റ്റേൺ യൂറോപ്പ് അല്ല. യൂറോപ്പ് തന്നെയാണ്. ആ രാജ്യത്തിന്റെ പേര് ആരംഭിക്കുന്നത് ABCDFGHIJK ഇതിലൊന്നിലാണോ? LMNOPQRST? PRS? അല്ല. MN? M or N? ആണെന്ന് പറഞ്ഞു. ആ രാജ്യത്തിന് ഒന്നിൽ കൂടുതൽ പേരുണ്ടോ? ആംസ്റ്റർഡാം ഒന്നും അല്ല മനസ്സിൽ. ആംസ്റ്റർഡാം ആണ് മനസ്സിൽ. ആംസ്റ്റർഡാമാണ് സ്ഥലം. ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ തലസ്ഥാന നഗരമാണ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിന്റെ പേരിൽ നിന്നുമാണ് നഗരത്തിന് ഈ പേർ വന്നത്. നെതർലാൻഡ്സിന്റെ സുവർണ കാലഘട്ടമായിരുന്ന 17-ാം നൂറ്റാണ്ടിലാണ് ആംസ്റ്റർഡാം വലിയ നഗരമായി മാറിയത്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഏഷ്യയിലെയും തെക്കേ അമേരിക്കയിലെയും പല ഡച്ച് കോളനികളും പിടിച്ചെടുക്കുകയും
തന്മൂലം ഡച്ച് കോളനികൾക്കുണ്ടായ ക്ഷയത്താൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരമെന്ന പദവി ആംസ്റ്റർഡാമിന് നഷ്ടപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിലാണ് ആംസ്റ്റർഡാമിന്റെ രണ്ടാം സുവർണകാലം അരങ്ങേറിയത്. ഇത് വിശ്വ വിജയം നേടിയ കളിക്കാരന് ഭാവിയിൽ ലോകത്തിൻ്റെ അഭിമാനമാകാൻ വേണ്ടി അശ്വമേധം നൽകുന്ന അശ്വോപഹാരം. പ്ലേ വിത്ത് നൈറ്റ്സ് മോർ യൂസ് ലെസ് ബിഷപ്സ് അല്ലേ. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് വാച്ച്. ആൻഡ് ഇത് മിർ റിയൽറ്റേഴ്സിൽ നിങ്ങൾ 2 പേർക്ക് താമസിക്കാൻ കായലോരം റിസോർട്ടിലുള്ള അവസരം. പ്രേക്ഷകർക്കുള്ള എൻ്റെ 3ാമത്തെ സൂചന, നിഹാൽ സെരിൻ ഒരു ചെസ് പ്ലെയറാണ്. പ്രേക്ഷകർക്കുള്ള എൻ്റെ 3ാമത്തെ സൂചന അതാണ്. പോയ ദിവസം യാഗം വിജയകരമായി പൂർത്തിയാക്കിയ പ്രിറ്റി ഈ ദിവസം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നറിയുവാനുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. ലെറ്റ്സ് സീ പ്രിറ്റീസ് ഡിസിഷൻ. യെസ് ഓർ നോ? യെസ് is the sign and Pretty walk in with Pretty. Hi, Pretty. Okay, fine. വളരെ ഡിഫിക്കൽട്ട് ആണോ? ഇല്ല. Then you can go and write. പ്രറ്റി വിചാരിച്ചത് അപ്രൂവ് ചെയ്യട്ടെ. അറിവിന്റെ പ്രറ്റിയായ ആകാശം നമ്മളെ തേടി. യജ്ഞം. All the best. Thank you. പ്രറ്റിയായ ഈ പ്രറ്റി വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്. And you are ready to help? അതിനു മുൻപ് ഒരു പാട്ട് പാടുന്നില്ല. പാട്ട് വേണ്ടെന്നല്ല, പാട്ട് പാടാൻ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം ജസ്റ്റ് ഒരു ബുദ്ധിമുട്ട് പാടാൻ. ഷോയുടെ എൻഡിൽ 2 മൂള ഒന്നിച്ച് മൂള നമുക്ക് 2 ആൾക്കും കൂടെ. ഓക്കെ, ഫൈൻ. ശരി. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്ത്യൻ? Yeah. യെസ്. മലയാളി? No. പുരുഷൻ? Yes. ജീവിച്ചിരിക്കുന്നു? No. നോർമൽ ഡെത്ത്? No. നോ. സൗത്ത് ഇന്ത്യൻ? Yeah. No, sorry. No. നോ. ഡെത്ത് ആഫ്റ്റർ 1980? No. No. After 1950? No. No. ജനുവരി മാസത്തിലാണോ മരിച്ചത്? No. നോ. Yeah, no. That's after 1900 you are sure. Yeah. But before 1950 you are sure. Yes. Was he hanged to death? No. ചോദ്യം? Hanged to death ആണോ? ആണോ? ആണ്. ആണോ? Yeah. പേരിന്റെ ഏതെങ്കിലും ഭാഗം എസ് എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു? Yeah. യെസ്. പേരിന്റെ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ എസ്സിൽ ആരംഭിക്കുന്നു? സർനെയിം അടക്കം? No. ഇല്ല.
അദ്ദേഹത്തിനോടൊപ്പം മറ്റു 2 പേർ കൂടി തൂക്കിലേറ്റപ്പെട്ടു. ലൈഫിലെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേര് ആരംഭിക്കുന്നത് എസിൽ തന്നെയാണ്. ഒരു പോർഷൻ എന്നാണ് ചോദിച്ചത്. അറിയപ്പെടുന്ന പേര് എസിലാണോ ആരംഭിക്കുന്നത്? അല്ല, നോ. മറ്റത് പേരല്ല സർ, ഒരു വിശേഷണമാണ്. മറ്റത് ധീരൻ എന്നുള്ള ഒരു വിശേഷണം മാത്രമാണ്. നെയ്മല്ല, നെയ്മല്ല. നെയ്ം എസിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് എസിലാണോ ആരംഭിക്കുന്നത്? അല്ല. അല്ല, അല്ല, വിശേഷണം ആരംഭിക്കുന്ന എസിലാണ്. എസിലാ. ഷഹീദ് എന്ന് വിളിക്കുന്നത് ഒരു വിശേഷണമാണ്. ഞാൻ കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, Yeah, first നിങ്ങൾ വിചാരിച്ചത് മൂന്നാമനായ സുഖദേവിനെയാണോ, രണ്ടാമനായ രാജ്ഗുരുവിനെയാണോ, ഇവരെ 2 പേരെ അല്ല എന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അവസാനത്തേതിൽ നിന്ന് വേണം എപ്പോഴും എലിമിനേഷൻ പ്രോസസ് നടത്താൻ, ആദ്യത്തേതിൽ നിന്നല്ല. മൂന്നാമനായ സുഖ്ദേവ് അല്ല എന്നുറപ്പുവരുത്തുക, അത് കഴിഞ്ഞ് രാജ്ഗുരുവല്ല എന്നുറപ്പുവരുത്തുക. ഇത് രണ്ടും ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഷഹീദിയസം ഭഗത് സിംഗിലേക്ക് പോകാവൂ എന്ന് ഞാൻ തീരുമാനിച്ചു. So it was ഷഹീദിയസം ഭഗത് സിംഗ്. Yeah. ആദ്യം എസിന് 2 വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചത് സൂര്യസെൻ ആണോ എന്നറിയാൻ വേണ്ടിയാണ്. Okay. പിന്നെ പ്രഭുലോമാർ ചാക്കിയിലേക്ക്, മദൻലാൽ വൈലിയിലേക്ക്, മദൻലാൽ ഡിങ്കറയിലേക്ക്, ഹെമു കലാനിയിലേക്ക്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് അറിയായിരുന്നു, വിപ്ലവകാരികളുടെ എല്ലാം പറഞ്ഞിരിക്കും, ഡെഫിനറ്റ് ആയിട്ട് അറിയായിരുന്നു. ആദ്യത്തേത് എൻ്റെ വായിൽ നിന്ന് പോവുകയും ചെയ്തു. അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഏതായിരുന്നു? വിവാദ നായകൻ. അതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളിൽ രക്തസാക്ഷിത്വം വരിച്ച ധീര വിപ്ലവകാരി. ലാഹോർ ഗൂഢാലോചനയിൽ പങ്കാളിയായ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. തന്റെ ബാല്യം മുതൽക്കേ അദ്ദേഹം ബ്രിട്ടീഷ് രാജിനെതിരെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് അദ്ദേഹം വായിച്ചിരുന്ന യൂറോപ്പിലെ വിപ്ലവ സംഘടനകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തെ അരാജകവാദത്തോടും മാർക്സിസത്തോടും അടുപ്പിച്ചു. അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യ മാർക്സിസ്റ്റുകളിൽ ഒരാളായും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഭഗത് സിംഗ്. ഇത് പ്രിറ്റിക്കുള്ള ഞങ്ങളുടെ അശോപഹാരം. താങ്ക് യു. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 അയൺ കർട്ടൻ, സൂചന 2 ഐസ്ലാൻഡിലെ അമേരിക്കക്കാരൻ, സൂചന 3 നിഹാൽ ഒരു ചെസ് പ്ലെയർ ആണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം CJ കുട്ടപ്പൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. ഞാൻ പാട്ടുപാടിയാൽ നിങ്ങൾ പാട്ടുപെടും. നമുക്ക് കൂട്ടുകാരാകാം, അറിവിന്റെ കൂട്ടുകാർ. ശുഭരാത്രി ഫ്രം GS.